സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും കേരളത്തിലേക്ക് അയച്ചതിനു പുറമെ കൃത്യമായ ലക്ഷ്യങ്ങളോടെ മറ്റൊരാളെയും സജ്ജമാക്കി നിർത്തുകയാണ് മോദി. സംസ്ഥാനത്ത് BJP വോട്ടുകൾ വർദ്ധിപ്പിച്ചതിന് ഒരു പരിധിവരെ കാരണക്കാരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് മോദി കേരളത്തിന് അനുവദിച്ച മൂന്നാം താരം. സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളോട് നിയമപരമായി നിരന്തരം ഏറ്റുമുട്ടുന്ന മുഹമ്മദ് ഖാനോട് കേരളത്തിൽ ഗവർണർ സ്ഥാനത്ത് തുടരാനാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന സർക്കാരിനോട് നിരന്തരം ഏറ്റുമുട്ടുന്ന ഇത്തരമൊരു പടയാളിയുടെ സേവനം 100% ഉപയോഗിക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഇടതുപക്ഷ സർക്കാരിന്റെ പക്ഷപാത നയങ്ങൾക്കെതിരെ എന്നും സംസാരിച്ചിരുന്ന മുഹമ്മദ് ഖാന്റെ നിലപാടുകൾ ഭരണവിരുദ്ധ വികാരങ്ങൾക്ക് ആക്കം കൂട്ടിയെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഗവർണറായി തുടരാനുള്ള തീരുമാനങ്ങളുടെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവച്ചിരുന്ന നടപടികൾ അദ്ദേഹം പുനരാരംഭിച്ചിട്ടുണ്ട്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും VC-മാരുടെ നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗിനുള്ള തീയതി രാജ്ഭവൻ നിശ്ചയിച്ചു കഴിഞ്ഞു. എന്തായാലും രണ്ടാം വട്ടവും ഗവർണറാകാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രവൃത്തികൾ തെളിയിക്കുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷമായിട്ടാണ് പലപ്പോഴും ഗവർണർ പെരുമാറിയിരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരവസരം പോലും അദ്ദേഹം പാഴാക്കിയിരുന്നില്ല. സർക്കാരിന്റെ ഔദ്യോഗിക കാര്യങ്ങളെ മുൾമുനയിൽ നിർത്തുക എന്നത് അദ്ദേഹത്തിന്റെ വിനോദമായിരുന്നു. കേരള സർക്കാരിനോട് അതൃപ്തിയുള്ളവരൊക്കെ ഗവർണറുടെ മുൻപിൽ പോയി പരാതി പറയുകയും ഗവർണർ അതിലിടപെടുകയും ചെയ്യുന്നത് സംസ്ഥാനത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. ആ കാഴ്ചകൾ തുടരുമെന്ന് തന്നെയാണ് മോദി സർക്കാരിന്റെ ഈ പുതിയ നീക്കത്തിലൂടെ മനസ്സിലാകുന്നത്. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ആരിഫ് മുഹമ്മദ് ഖാൻ പടയാളികളെ തിരഞ്ഞെടുക്കുന്നതിലും മതസാഹോദര്യം പുലർത്താൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു, ഒരു ക്രിസ്ത്യൻ, ഒരു മുസ്ലിം, ഇനി ഈ മൂവർ സംഘമായിരിക്കും സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷം. വരും നാളുകൾ എന്തായാലും പിണറായി സഖാവിന് അത്ര സുഖകരമാവില്ല എന്നു തന്നെയാണ് തോന്നുന്നത്.